ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കാബേജ് തോരനാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഞാനൊരു കാബേജിൻ്റെ പകുതിയാണ് എടുത്തത്. കാബേജ് ഞാൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ കാബേജ് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ചെറിയുള്ളി നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കാബേജ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്റ്റൗ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ അടച്ചും വെച്ചിട്ടല്ല കുക്ക് ചെയ്തെടുക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് വഴറ്റിയെടുക്കുന്നത്. കാബേജ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇത് നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. കുറച്ച് ടൈം എടുത്ത് തന്നെ വഴറ്റി കൊടുക്കണം. കാബേജൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.